Hi, hello, welcome to a very new video of BioOcean. ആൻഡ് ഇന്നുണ്ടല്ലോ നമ്മളുടെ സ്ക്രീനിൽ കാണാവുന്ന പോലെ 60 ഡേയ്സ് കേരള സെറ്റ് എക്സാം ചലഞ്ചിൻ്റെ പാർട്ടായിട്ടുള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഹ്യൂമൻ ജെനറ്റിക്സിനകത്ത് നമ്മൾക്ക് കുറച്ചധികം ജെനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. അപ്പം അതെല്ലാം നമ്മളിന്ന് ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് അതിൻ്റെ സിംറ്റംസ് പറയുക മാത്രമല്ല, വിൽ ബി ഡിസ്കസിങ് ദറ്റ് എൻറ്റയർ ജെനറ്റിക് ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ബേസിക്കലി ജെനറ്റിക് ഡിസോർഡേഴ്സിനകത്ത് ക്രോമസോമൽ അനോമലീസും ദെൻ സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് നമ്മൾ പഠിക്കും. ക്രോമസോമൽ അനോമലീസിൽ ഓട്ടോസോമൽ അനോമലീസും പഠിക്കും, സെക്സ് ക്രോമസോമൽ അനോമലീസും പഠിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം സിംഗിൾ ജീൻ ഡിസോർഡേഴ്സിൽ ഓട്ടോസോമലും അതുപോലെ സെക്സ് ലിങ്ക്ഡും ഇൻബോൺ എറർ ആൻഡ് മെറ്റബോളിസം എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് മെല്ലെ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഹീമോഫീലിയ. സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ്. ദാറ്റ് മീൻസ് സെക്സ് ക്രോമസോം ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ്. അത് റെസസീവ് ആയിട്ടുള്ളൊരു ഡിസീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു, അവർ ക്യാരിയർ ആയിരുന്നു എന്നായിരിക്കും. അവർക്ക് അസുഖമില്ല, പക്ഷേ ഷീസ് ക്യാരിങ് ദാറ്റ് അസുഖം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ജീൻ. അങ്ങനെയാണെങ്കിൽ ആ ക്യാരിയർ ഫീമെയിലിൽ നിന്ന് അവരുടെ കുട്ടികളിൽ ആൺകുട്ടിക്ക് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്മിഷൻ ഉള്ള അസുഖമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൂടെ ബ്ലീഡിങ് സംഭവിക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന രക്തം കുറച്ച് സമയം കഴിയുമ്പോൾ കട്ട പിടിക്കണം, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യണം. ഇതാണ് ആക്ച്വൽ സംഭവം. പക്ഷെ ഇവരിൽ ചില പ്രോട്ടീനുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കില്ല. നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ് സാധ്യമാവുന്നത്. പക്ഷെ ഇവരിൽ അങ്ങനെ ഒരു പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്ലഡ് ക്ലോട്ടിങ് സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു ചെറിയ മുറിവിൽ കൂടെ തന്നെ ഒത്തിരി രക്തം നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് മൈറ്റ് ഈവൻ ലീഡ് ടു ദ ഡെത്ത്. അപ്പോൾ അങ്ങനെ ചെറിയ മുറിവുകളിൽ കൂടെ ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, അതിനെയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ നോർമലായിട്ടുള്ള നമ്മുടെ അവസ്ഥയാണ് മിസ്സാണ് കൊടുത്തത്, XX-ഉം XY-യും, ദാറ്റ് ഇസ് നോർമൽ. ഇനി XX എന്ന് പറഞ്ഞാൽ ഹീമോഫീലിയ ഉള്ളൊരു ജീൻ അയാളുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുക. അപ്പോൾ പൊതുവേ ഇത് X ക്രോമസോം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു നോർമൽ X ക്രോമസോമും ഒരു ഹീമോഫീലിക് X ക്രോമസോം ആണെങ്കിൽ അതിനർത്ഥം അയാൾ ഡിസീസ്ഡ് അല്ല, അയാൾ ക്യാരിയർ ആണ് എന്നർത്ഥം. അയാൾക്ക് പ്രത്യക്ഷത്തിൽ അസുഖം ഉണ്ടാവില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്യും, അസുഖം ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, 2 X ക്രോമസോമുകളും ഹീമോഫിലിക് ആണ്, അതിന് ആ ഒരു പ്രോട്ടീൻ ഇല്ലാത്തവരാണ്, ആ ജീൻ നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർ ഡിസീസ്ഡ് ആയിരിക്കും. ആൻഡ് മോർ ഓവർ അങ്ങനെയുള്ളൊരു പെൺകുട്ടി അഡോളസെൻസിന് ശേഷം സർവൈവ് ചെയ്യില്ല. കാരണം മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കണ്ടേ, അത് നിൽക്കുന്നത് ഈ ബ്ലഡ് ക്ലോട്ടിങ് വഴിയായിട്ടാണ്. പക്ഷെ അവരിൽ ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെനിസ്ട്രേഷൻ നിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ ഹീമോഫിലിക് ആയിട്ടുള്ളവർ ഈ പറഞ്ഞ പോലെ അവർക്കിടെ ഇപ്പോൾ പ്യൂബർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യില്ല എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാരുടെ കേസ് വരുമ്പോഴത്തേക്ക് അവർക്ക് ആകെ ഒരു X ക്രോമസോമും ഒരു Y ക്രോമസോമുമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു X ക്രോമസോം റിലേറ്റഡ് അസുഖമായതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ആകെയുള്ളൊരു ഒരു X ക്രോമസോമിന് ഈ ഹീമോഫീലിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവർ ഡിസീസ്ഡ് ആയിരിക്കും. പുരുഷന്മാരിൽ ക്യാരിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഇല്ല. പിടികിട്ടിയോ? യെസ്, അപ്പോൾ ഇതാണ് ഒരു മേജർ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഫീമെയിൽ, ദാറ്റ് മീൻസ് ക്യാരിയർ ആയിട്ടുള്ള ഫീമെയിൽ, ഒരു നോർമൽ എക്സും ഒരു ഹീമോഫിലിക് എക്സ് ഉള്ളവർ അവരുടെ ആൺമക്കൾക്കായിരിക്കും ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് പെൺകുട്ടികൾക്ക് ഹീമോഫീലിയ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എപ്പോഴാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം അച്ഛൻ ഹീമോഫിലിക് ആയിരിക്കണം, അമ്മ ക്യാരിയറെങ്കിലും ആയിരിക്കും. രണ്ടുപേരും ഹീമോഫിലിക് ആണെങ്കിൽ ഒബ്വിയസ്ലി അത് വരാനുള്ള ചാൻസസ് ഒത്തിരിയാണ്, ഒബ്വിയസ് ആണെന്ന് വരും എന്നുള്ളത് പെൺകുട്ടികൾക്ക്. പക്ഷേ അമ്മ ക്യാരിയറെങ്കിലും ആയാൽ, അച്ഛൻ ഒറിജിനൽ ഈ പറഞ്ഞ ഡിസീസ്ഡെങ്കിലും ആയാലാണ് പെൺകുട്ടികൾക്ക് ഇത് വരുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പം റെയറാണ് ഈ ഒരു ഡിസീസ് പെൺകുട്ടികൾക്ക് വരുന്നത്. ആൻഡ് ഇത് നമ്മൾ ക്യൂൻ വിക്ടോറിയയുടെ ഫാമിലി പെഡിഗ്രിയിൽ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ക്യൂൻ വിക്ടോറിയയുടെ മക്കൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഡിസീസസ് ഉണ്ട്. പിടികിട്ടിയ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റോയൽ ഫാമിലി ആയതുകൊണ്ടും നമ്മൾ ഇതിനെ റോയൽ ഡിസീസ് എന്ന് വിളിക്കും. കാരണം ഈ ഒരു ക്യൂൻ വിക്ടോറിയയുടെ ഫാമിലി ഹിസ്റ്ററിയിലുള്ള എല്ലാവർക്കും ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ അതിനെ റോയൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ക്യൂൻ വിക്ടോറിയ ആക്ച്വലി ക്യാരിയർ ആയിരുന്നു, അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്തത്. അവർ ഡിസീസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യില്ലായിരുന്നു. പിടികിട്ടിയോ? യെസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്, അതും X ക്രോമസോം ലിങ്ക്ഡ് ആണ്, റെസസീവ് ആയിട്ടുള്ള ഡിസോർഡറും കൂടെ ആണിത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ ഹീമോഫീലിയ എന്ന് പറയുന്നത്.
രണ്ടാമത്തേതാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാലും സെക്സ് ക്രോമസോം ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു റെസസീവ് ഡിസോർഡർ തന്നെയാണ്. ആൻഡ് നമ്മളുടെ കണ്ണിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉണ്ട്, കോൺ സെൽസും റോഡ് സെൽസും. അതിൽ കോൺ സെൽസിന് ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ഈ ഒരു അസുഖം വരിക. കോൺ സെൽസിന് തകരാറ് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് റെഡ് കളറോ ഗ്രീൻ കളറോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ റെഡ് ഗ്രീനുകൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥേനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് ക്രോമസോമിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് കൂടുതലും പുരുഷന്മാർക്ക് തന്നെയാണ് ഉണ്ടാവുക. 8% പുരുഷന്മാർക്ക് ഉണ്ടാകും, 0.4% മാത്രമേ സ്ത്രീകൾക്ക് ഇത് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. ഇതിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ കണ്ട ഹീമോഫിലിയുടെ പോലെ തന്നെയാണ്. പിടികിട്ടിയോ? അങ്ങനെ ഇത് വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റെഡ് അതുപോലെ ഗ്രീൻ കളറുകൾ തിരിച്ചറിയാനുള്ള ജീനുകളൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ജീനൊക്കെ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. ഈ എക്സ് ക്രോമസോമിലെ തകരാറ് വരുന്നുണ്ടോ നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നുണ്ടാവുക. പിടികിട്ടിയോ? യെസ്. ഇപ്പോൾ ഞാനൊരു വുമൺ, ഞാൻ ഈ പറഞ്ഞ കളർ ബ്ലൈൻഡ്നെസ്സിന്റെ ജീൻ ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആൺമക്കൾക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും അത് വരാനുള്ള ചാൻസസ് ആണ്. ആൻഡ് മോസ്റ്റ്ലി ആൺമക്കൾക്കാണ് ഇത് പോകുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ആൻഡ് അത് മാത്രമല്ല, ഞാൻ ഡിസീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വരും. പിടികിട്ടിയോ? അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഹീമോഫീലിയയിൽ കണ്ട പോലെ തന്നെയുള്ളൊരു അവസ്ഥ. അതും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? യൂഷ്വലി നോർമലായിട്ടുള്ള XX ആണെങ്കിൽ നോർമലാ അല്ലേ? ഇനി അതല്ല XC എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ കളർ ബ്ലൈൻഡ്നെസ്സിന്റെ ജീനുള്ള X. അപ്പോൾ ഒരെണ്ണം നോർമലും ഒരെണ്ണം കളർ ബ്ലൈൻഡും ആണെങ്കിൽ ഡിസീസ്ഡ് അല്ല, ക്യാരിയർ ആയിരിക്കും. രണ്ടും ഡിസീസ്ഡ് ആവുന്ന XC എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഡിസീസ്ഡ് ആവുന്നത്. പിടികിട്ടിയോ? ഈ പുരുഷന്മാരിലാണെങ്കിൽ ഒരു X അല്ലേ ഉള്ളൂ, അതിൽ XC വന്നാൽ തന്നെ അവർ ഡിസീസ്ഡ് ആയി. അപ്പോൾ പുരുഷന്മാരിൽ ഇവിടെയും എന്തില്ല, ക്യാരിയർ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ഇതുപോലെ കളർ ബ്ലൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ അമ്മ ഒരു ക്യാരിയറും അച്ഛനൊരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കണം. മിനിമം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലാണ് എന്ത് സംഭവിക്കുള്ളൂ, പെൺകുട്ടികൾക്ക് കളർ ബ്ലൈൻഡ്നെസ് വരുള്ളൂ. അല്ലാത്ത പക്ഷം അമ്മയിൽ നിന്ന് ആൺകുട്ടികളിലേക്കാണ് ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? യെസ്. ഇനി മൂന്നാമത്തെ അസുഖം, ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ക്രോമസോമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, ഓട്ടോസോം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. ഓട്ടോസോം അറിയാലോ, ബാക്കി 22 പേര് ക്രോമസോംസ് ഉള്ളതാണ് ഓട്ടോസോംസ്. ഓട്ടോസോം റിലേറ്റ് ചെയ്തിട്ടുള്ള റെസസീവ് ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു അസുഖമാണിത്. ആൻഡ് പാരൻസിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഇത് പാസ് ചെയ്ത് പോകും. ആൻഡ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതുണ്ടല്ലോ ഒരു ജീനാണ്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ജീനിന് 2 അല്ലീലുകളുണ്ട്, HbA ഉണ്ട്, HbS ഉണ്ട്. HbA എന്ന് പറഞ്ഞാൽ നോർമലും HbS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയയുടെ ഒരു അവസ്ഥയുമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാലുണ്ടല്ലോ, ഞാനൊരു പിക്ചർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതിനകത്ത് ആദ്യത്തെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ടുള്ള ഒരു അവസ്ഥയാണ്, നോർമൽ അവസ്ഥയാണ്. പിടികിട്ടിയോ? അപ്പോൾ നിങ്ങൾ ഈ നോർമലായിട്ടുള്ളൊരു പിക്ചറിനകത്ത് കാണുന്ന RBC എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബൈകോൺകേവ് ഷേപ്പിലുള്ളത്. അതിൽ തൊട്ടപ്പുറത്തെ പിക്ചറിൽ കാണുന്നതാണ് പോയിന്റഡ് എൻഡല്ല സിക്കിൾ സെല്ലായിട്ടിരിക്കുന്ന RBCകൾ. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീനിൽ കുറച്ച് സീക്വൻസസ് ഉണ്ടാവുമല്ലോ, നൈട്രജൻ സീക്വൻസസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന mRNAയിൽ കാണുന്ന ഒരു കോഡോണാണ് ആ GAG എന്ന് കൊടുത്തേക്കുന്നത്. ആ GAG നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അമിനോ ആസിഡ് പെപ്റ്റൈഡ്, ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് പ്രോട്ടീൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ mRNAയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീനിന്റെ അമിനോ ആസിഡ് സീക്വൻസ് ആണ് താഴെ HbA പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. വാൽ ഹിസ് ല്യൂ 3 പ്രോ ഗ്ലൂ എന്ന് വെച്ചാൽ വാലിൻ, ഹിസ്റ്റഡിൻ, ല്യൂസിൻ, ത്രിയോണിൻ, പ്രൊലിൻ, ഗ്ലൂട്ടമിക് ആസിഡ്. ഇങ്ങനെയാണ് നോർമൽ അവസ്ഥയിൽ ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അമിനോ ആസിഡ് സീക്വൻസ് വരുന്നതും ഈ അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ സിക്കിൾ സെല്ലിൽ വരുമ്പോഴത്തേക്കും ആ mRNAയിൽ ഒരു ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഒരു നൈട്രജൻ ബേസിന് ഒരു ചെറിയ വ്യത്യാസം വരികയാണ്. ദാറ്റ് മീൻസ് A എന്ന് പറഞ്ഞ നൈട്രജൻ ബേസിന് പകരം U വരുന്നു. അപ്പോൾ GAG ആയിരുന്നത് എന്തായിട്ട് മാറും? GUG ആയിട്ട് മാറും. അങ്ങനെ GUG ആയിട്ട് മാറുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം സാധാരണ പോലെ വാലിൻ, ഹിസ്റ്റഡിൻ, ല്യൂസിൻ, ത്രിയോണിൻ, പ്രോളിൻ അങ്ങനെ ഇരിക്കും. പക്ഷേ 6ാമത്തെ പൊസിഷനിൽ മുന്നേ HbA പെപ്റ്റൈഡിൽ എന്തായിരുന്നു? ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വാലിൻ വരും. അങ്ങനെ വാലിൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സിക്കിളിന്റെ നമ്മുടെ RBCയുടെ ഷേപ്പ് എല്ലാം എന്തായിട്ട് മാറും? സിക്കിളിന്റെ ഷേപ്സിലായിട്ട് മാറും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 6ാമത്തെ പൊസിഷനിലിരുന്ന ഗ്ലൂട്ടാമിക് ആസിഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആര് വന്നു? വാലിൻ വന്നു. അങ്ങനെ നമ്മളുടെ ഹീമോഗ്ലോബിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറി. ഇത് സംഭവിക്കുന്നത് ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിനിലാണ് കേട്ടോ. 2 ചെയിനുകളില്ലേ, ആൽഫയുണ്ട് ബീറ്റയുണ്ട്. 2 ആൽഫ 2 ബീറ്റ, അതിൽ ബീറ്റ ചെയിനിലാണ് ഇത് സംഭവിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ
നമ്മളുടെ ഗ്ലൂട്ടാമിക് ആസിഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാലിൻ വരും. ആൻഡ് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം എന്താ, GAG എന്ന് പറഞ്ഞ കോഡോൺ GUG ആയിട്ട് മാറുന്നത് കൊണ്ടിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറൊക്കെ ചേഞ്ച് ചെയ്യും. കാരണം സെല്ലിൻ്റെ ഷേപ്പേ മാറിയല്ലോ. സെല്ലിൻ്റെ ഷേപ്പ് മാറുമ്പോഴത്തേക്കും ഹീമോഗ്ലോബിൻ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുള്ളതായിട്ട് മാറും. ആൻഡ് ഹീമോഗ്ലോബിൻ്റെ വ്യത്യാസം കൊണ്ടിട്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ ഹീമോഗ്ലോബിനാണ് നമ്മളുടെ ശരീരത്തിൽ ഓക്സിജനൊക്കെ ക്യാരി ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. ആൻഡ് അത് മാത്രമല്ല, ഇത് നമ്മളുടെ ചെറിയ ബ്ലഡ് വെസലിലൂടെയൊക്കെ പാസ് ചെയ്യും. അപ്പോൾ RBCകളാണ് എന്നുണ്ടെങ്കിൽ അത് ചെറിയ ബ്ലഡ് വെസലിലൂടെ പാസ് ചെയ്യും. അതിന് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്ക്വീസ് ചെയ്തിട്ടൊക്കെ കടന്നു പോകാൻ അതിനെ കൊണ്ട് സാധിക്കും. പക്ഷേ സിക്കിൾ ഷേപ്പിലായി കഴിഞ്ഞാൽ അങ്ങനെ സ്ക്വീസിങ് ഒന്നും പറ്റില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് അവിടെ ഇങ്ങനെ ക്ലോഗ് ചെയ്ത് അവസാനം ആ ബ്ലഡ് വെസൽ ഇങ്ങനെ ഒരു ക്ലോട്ട് പോലെയൊക്കെ ഫോം ചെയ്ത് അങ്ങനെയായിട്ട് മാറും. ബ്ലോക്ക് വരും ആ ബ്ലഡ് വെസലിൽ. പിടികിട്ടിയോ? അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു, ആൻഡ് ഈ ബ്ലഡ് വെസലിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ബ്ലഡ് ഫ്ലോയും കൂടെ തടയും. അങ്ങനത്തെ ഒരു വല്ലാത്ത അസുഖമാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ പിടികിട്ടിയോ? GAG GUG ആവുന്നതുകൊണ്ട് 6th പൊസിഷനിൽ ഉണ്ടായിരുന്ന ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റിയിട്ട് വാലിൻ വരുന്നു. അതാണ് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾക്ക് നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് HbA പെപ്റ്റൈഡ് ആയിരിക്കും. അതല്ല HbS ആണ് എന്നുണ്ടെങ്കിൽ അയാൾ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളാണ്. ദാറ്റ് മീൻസ് HbS പെപ്റ്റൈഡ് കണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ വാലിനിരിക്കുന്ന പെപ്റ്റൈഡാണ് HbS പെപ്റ്റൈഡ്, കണ്ടല്ലോ ആ ചിത്രത്തിൽ. അപ്പോൾ 2 HbS പെപ്റ്റൈഡുകളാണ് വരുന്നതെങ്കിൽ, നമുക്ക് 2 ബീറ്റാ ചെയിനുകളല്ലേ, അപ്പോൾ അതിൽ 2 HbSകളാണ് വരുന്നതെങ്കിൽ അയാളുടെ ബോഡിയിൽ ഈ അസുഖം ഉണ്ട് എന്നർത്ഥം. ഇനി അതല്ല, ഒരെണ്ണം HbAയും ഒരെണ്ണം HbSും ആണ് വരണമെങ്കിൽ അയാൾ ക്യാരിയറാണ് എന്നർത്ഥം. പിടികിട്ടിയോ? അപ്പോൾ അയാളുടെ പ്രോജനിക്ക് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, 2 HbA ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് അർത്ഥം. പിടികിട്ടിയോ? ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത അസുഖം ദാറ്റ് ഈസ് ഫീനൈൽകീറ്റോണിയൂറിയ. നമ്മളുടെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഇൻബോൺ ആയിട്ടുള്ളൊരു എറർ, അതിനെയാണ് നമ്മൾ ഫീനൈൽകീറ്റോണിയൂറിയ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലുമുള്ള ഒരു എൻസൈമാണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്നത്. ഇതെല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കും. ഈ എൻസൈം ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡിനെ നമ്മൾക്ക് ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. ഈ ഒരു എൻസൈം ഇല്ലെങ്കിൽ ഫീനൈൽ അലാനിനെ ടൈറോസിനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധ്യമാവില്ല. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മനുഷ്യന്മാരിൽ ഈ എൻസൈം ഉണ്ടാവില്ല. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും എന്നറിയാമോ? നമ്മളുടെ ശരീരത്തിൽ ഉള്ള ഫീനൈൽ അലാനിൻ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. പകരം ഫീനൈൽ അലാനിൻ തന്നെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഡെറൈവേറ്റീവ്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഫീനൈൽകീറ്റോണിയൂറിയ എന്ന് പറയുന്നത്. അത് ഇൻബോൺ ആയിട്ട് നമ്മുടെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു എററാണ്, ഈ എൻസൈം ഇല്ലാത്തത് കൊണ്ടിട്ട്. അങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ഈ ഫീനൈൽ അലാനിൻ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് നമ്മൾക്ക് മെന്റൽ റിട്ടാർഡേഷൻ സംഭവിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ കളർ മാറാം, നമ്മളുടെ ഹെയറിൻ്റെ കളർ മാറാം. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മളുടെ കിഡ്നിയുടെ റീഅബ്സോർപ്ഷൻ പവറും കൂടെ അത് കുറച്ച് കളയും. പിടികിട്ടിയോ? അങ്ങനത്തേക്കുള്ളൊരു അവസ്ഥയിലോട്ട് ഇതെത്താം. അപ്പോൾ നമ്മുടെ എൻറ്റയർ മെറ്റബോളിസം എന്ത് ചെയ്തിരിക്കുകയാണ്? കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഫീനൈൽകീറ്റോണിയൂറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞസുഖമായിരുന്നു കേട്ടോ അത്. ഇനി നെക്സ്റ്റ് വൺ തലാസീമിയ. തലാസീമിയ എന്ന് പറയുന്നത് അഗെയിൻ ഓട്ടോസോമിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അത് ഒരു റെസസീവ് ഡിസോർഡറാണ്. അപ്പോൾ നമ്മൾ 2 സെക്സ് ലിങ്ക്ഡ് പഠിച്ചു. ആദ്യത്തെ 2 ആയിരുന്നു സെക്സ് ലിങ്ക്ഡ്, കളർ ബ്ലൈൻഡ്നെസ്സും ഹീമോഫീലിയയും. അതിനുശേഷം വരുന്ന സിക്കിൾ സെൽ അനീമിയയും ഇപ്പോൾ ഈ തലാസീമിയയും ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ളതായിരുന്നു. ഈ ഫീനൈൽകീറ്റോണിയൂറിയ ഇൻബോൺ എറർ ഉള്ളതാണ്. അപ്പോൾ ഓട്ടോസോമിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു റെസസീവ് ഡിസോർഡറാണ് തലാസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ കാരണമോ ഡിലീഷൻ കാരണമൊക്കെയാണ് ഈ ഒരു അസുഖം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ കൃത്യമായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല. ആൽഫ ബീറ്റ ചെയിനുകൾ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതെ വരുന്നൊരവസ്ഥയാണ് തലാസീമിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീമോഗ്ലോബിൻ ഇല്ലാത്ത മനുഷ്യന്മാരിൽ എന്ത് വരും? അനീമിയ വരും. അത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മളിലും ഈ പറഞ്ഞ പോലെ തലാസീമിയ ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് അനീമിയ ആയിരിക്കും. 2 തരത്തിലുള്ള തലാസീമിയകളാണ് ഉള്ളത്, ആൽഫ തലാസീമിയം, ബീറ്റ തലാസീമിയം. എ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇൻ എ തലാസീമിയ എന്ന് കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഇസ് ആൽഫ തലാസീമിയ കേട്ടോ. അപ്പോൾ ആൽഫ തലാസീമിയയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിനിനായിരിക്കും തകരാറ് വരിക. ബീറ്റ തലാസീമിയ ആണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിനായിരിക്കും തകരാറ് വരുന്നുണ്ടായിരിക്കാം. ഈ ആൽഫ തലാസീമിയനെ കൺട്രോൾ ചെയ്യുന്നത് 2 ജീനുകളാണ്, HbA1ഉം HbA2ഉം. ഈ 2 ജീനുകളും എവിടെ കാണാം? നമ്മുടെ ശരീരത്തിലിരിക്കുന്ന 16ാമത്തെ ക്രോമസോമിലാണ് ഈ 2 ജീനുകളുള്ളത്. ഈ 2 ജീനുകൾ തകർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിൻ തകരും. അങ്ങനെ നമ്മൾക്ക് അനീമിയ വരും. അതാണ് ആൽഫ തലാസീമിയ. ഇനി ബീറ്റ തലാസീമിയ എന്ന് പറഞ്ഞാലോ 11ാമത്തെ ക്രോമസോമിലുള്ള ഒരു ജീൻ, ദാറ്റ് ഈസ് HBB എന്ന് പറഞ്ഞ ജീൻ. ഈ ജീനിലുള്ള തകരാറാണ് ബീറ്റ തലാസീമിയക്ക് കാരണം. അപ്പോൾ ഈ 11ാമത്തെ ക്രോമസോമിലുള്ള HBB എന്ന് പറഞ്ഞ ജീനിലുണ്ടാകുന്ന തകരാറ് കാരണം നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനും തകരാറിലാകും. ആൻഡ് അത് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനീമിയ വരും.
അതാണ് ബീറ്റ തലാസീമിയ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പോൾ 2 തലാസീമിയയ്ക്കും കാരണമായിട്ടുള്ള ക്രോമസോമും അതിൻ്റെ ജീനുകളും നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്ത് വെച്ചേക്കണം, ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മൾക്ക് മേജറായിട്ട് ഓട്ടോസോംസ് സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള മേജറായിട്ടുള്ള ഡിസോർഡേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ടൈപ്പാണ്, ദാറ്റ് ഇസ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. വെച്ചാൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമസോം ആഡ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകുന്നു, ഇത് കൊണ്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോമസോമുകളുടെ അറേഞ്ച്മെന്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്രോമസോമുകൾ എക്സ്ട്രാ വരാം, ഒരെണ്ണമൊക്കെ എക്സ്ട്രാ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകാം. ആ അവസ്ഥയാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ഇനി സംടൈംസ് എന്ത് പറ്റും, നമ്മൾക്ക് ഇപ്പോൾ ഓൾറെഡി 2 സെറ്റ് ക്രോമസോമുകളുണ്ട്, അത് കൂടാതെ നമ്മൾക്ക് ഒരു സെറ്റും കൂടെ എക്സ്ട്രാ വരും. അങ്ങനെ ഒരു സെറ്റും കൂടെ എക്സ്ട്രാ വരുന്നതാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അന്യൂപ്ലോയിഡി അല്ലെങ്കിൽ പോളിപ്ലോയിഡി കൊണ്ടിട്ട് നമുക്ക് കുറേ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 3 അസുഖങ്ങൾ നമ്മൾക്ക് ഇന്ന് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ലാങ്ഡൺ ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് 1866 ഇത് ഏറ്റവും ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇട്ടു. അങ്ങനെയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ പേര് വന്നത്. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 21ാമത്തെ ക്രോമസോം ഉണ്ടല്ലോ, അതിൽ ശരിക്കും 2 എണ്ണം ഇരിക്കും, ഒരെണ്ണം അച്ഛൻ നീട്ടിയതും ഒരെണ്ണം അമ്മയുടെ നീട്ടിയതും. പക്ഷെ ഇവിടെ 3 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ 3 എണ്ണമാണ്, 3 ക്രോമസോമുകളാണ് 21ാമത്തെ പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ ഈ അസുഖത്തിനെ ട്രൈസോമി 21 എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ മംഗോളിയൻസിൻ്റെ പോലെ മംഗോളിയൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രൈസോമി 21 തന്നെ വിളിക്കാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ട്രൈസോമി ആവുന്നതുകൊണ്ട് 21ാമത്തെ ക്രോമസോമിൽ 3 എണ്ണം ഇരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഉയരൊന്നും വെക്കില്ല, ഭയങ്കര റൗണ്ട് ഷേപ്പിലുള്ള ഫേസും ഹെഡൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക, ഫറൂസൊക്കെയുള്ള ടങ്ങും, ഇടയ്ക്ക് ഇവർ വായിങ്ങനെ തുറന്ന് വെക്കും. പിന്നെ അവർക്ക് മുറിച്ചുണ്ട്, മുറി, നാക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഫിസിക്കൽ ഡെവലപ്മെന്റും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരം വ്യത്യസ്തത തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക. കണ്ടോ, അവിടെ കുഞ്ഞുങ്ങൾ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. സാധാരണ കുഞ്ഞു പോലുള്ള ഭയങ്കര വലിയൊരു തലയാണ് അതിനുള്ളത്, നെക്കൊന്നും നമുക്കതിന് തോന്നുന്നേ ഇല്ല. കാലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത് നോക്കിക്കേ അല്ലേ, ഇയറൊക്കെ അബ്നോർമൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ജനിക്കുമ്പോൾ അവരുടെ തല ഭയങ്കര ചെറുതായിരിക്കും, പിന്നെ വളരുന്നതനുസരിച്ച് തല ഇങ്ങനെ വലുതായി വരും. പിന്നെ അവരുടെ നെക്കിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഫ്ലാപ്പ് പോലെ സ്കിൻ ഇങ്ങനെ കട്ടിക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ പറഞ്ഞ നമ്മളുടെ ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? യെസ്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാളുടെ പ്രത്യേകത. ഇനി ഇവരുടെ കാരോടൈപ്പ് കാണാം. കണ്ടോ, നിങ്ങളിവിടെ കുറേ ക്രോമസോമുകൾ കാണുന്നുണ്ട്. അതിൽ 21ാമത്തെ ക്രോമസോമിൽ കണ്ടോ 3 എണ്ണം ഇരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് തൊട്ട് മുകളിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് 44 ഓട്ടോസോംസിന് പകരം 45 ഓട്ടോസോം ആകും, 2 സെക്സ് ക്രോമസോമും വരും. അങ്ങനെ 45, 2, 47 ഇവരുടെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇനി അടുത്തത് ദാറ്റ് ഇസ് ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊരു ആൺകൊച്ചായിട്ട് ജനിക്കേണ്ടതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് XY എന്ന് പറഞ്ഞ ക്രോമസോമുകൾ മതി. പക്ഷെ അതിന് പകരം ഒരു എക്സും കൂടെ വരും. ദാറ്റ് മീൻസ് 2 എക്സും ഒരു വൈയും. അപ്പം തന്നെ 44 + 3 ആയില്ലേ, 44 ഓട്ടോസോംസും ഈ 3 സെക്സ് ക്രോമസോംസ് വരുമ്പോൾ 47 ക്രോമസോമുകളിൽ ഇവരിലുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിൽ 2 എക്സും ഇവർക്കുണ്ട്, പുരുഷന്മാരിൽ 1 എക്സും ഒരു വൈ ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം ഫെമിനൈൻ ടച്ചൊക്കെ ഇവരുടെ ബോഡി ഫിഗറിലൊക്കെ നമുക്ക് തോന്നും. ആൻഡ് ഈ പറഞ്ഞ പോലെ മാസ്കുലൈനായിട്ട് ആൺകൊച്ചുങ്ങളായിട്ടായിരിക്കും വളരുക, പക്ഷെ അവരിൽ ഫെമിനൈനായിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ലൈക്ക് അവരുടെ ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പം ആ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, പുരുഷന്മാരിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അതൊക്കെ ഇവരിൽ കാണാൻ പറ്റും. ആൻഡ് മോർ ഓവർ ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരിക്കില്ല, ഒരു സ്റ്റെറൈലായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പിടികിട്ടിയോ? അവരുടെ കാരിയോടൈപ്പ് കണ്ടോ, 23ാമത്തെ ക്രോമസോം ഇരിക്കുന്നതൊക്കെ 3 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം എക്സും 1 എണ്ണം വൈയുമാണ്. അങ്ങനെയാണ് അവർക്ക് 47 ക്രോമസോമുകൾ ഉണ്ടാകുന്നത് തന്നെ. ഓക്കെ, ഇനി അടുത്തത് ടേണർ സിൻഡ്രോം. ലാസ്റ്റ് വണ്ണാണ് ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ, 2 എക്സ് ക്രോമസോം വേണ്ട. ഇതൊരു പെൺകുട്ടിയായിട്ട് ജനിക്കേണ്ടതാണ്, ആൻഡ് അവർക്ക് 2 എക്സ് ക്രോമസോമുകൾ വരേണ്ടതാണ്. പക്ഷെ 2-ന് പകരം 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരിലൊരു ക്രോമസോം നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, 44 ഓട്ടോസോംസും 1 എക്സ് ക്രോമസോം, അങ്ങനെ 45 ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥ, ഒരെണ്ണം കുറഞ്ഞു പോയൊരവസ്ഥയാണ് ടർണർ സിൻഡ്രോമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫീമെയിൽസൊക്കെ എന്താ പറയുക, സ്റ്റെറൈലായിരിക്കും. അവരുടെ ഓവറീസ് ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ഇല്ലെന്ന് വേണം പറയാൻ. കണ്ടോ, ആ ഒരു എക്സ് ക്രോമസോം കാണാം, ഒരെണ്ണത്തിൻ്റെ അവിടെ ഒന്നുമില്ല, ഗ്യാപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ദാറ്റ് മീൻസ് 44 ഓട്ടിസംസും 1 എക്സും. XO എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ, 44A + XO. അങ്ങനെ O എന്ന് വെച്ചാൽ ഒന്നുമില്ലെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് അങ്ങനെ 45 ക്രോമസോമുകളാണ് അവർക്ക് ഉണ്ടാവുക.
പിടികിട്ടിയോ? ഇതാണ് ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടുണ്ട് മിസ്, ക്ലൈൻഫെൽറ്ററും ടേണറും. കണ്ടോ, ക്ലൈൻഫെൽറ്റർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായിട്ടാണ്, പക്ഷെ അവരിൽ കണ്ടോ പുരുഷന്മാരുടെ പ്രത്യേകതകളൊക്കെ തന്നെയാണ് അവരുടെ ബോഡി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ, പക്ഷേ മൈനറായിട്ട് അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതാണ് ഗൈനക്കോമാസ്റ്റിയ. സ്ത്രീകളിൽ നോക്കിയ ടർണർ സിൻഡ്രോം വരുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ പറ്റില്ല, അവർ പെൺകുട്ടികളായിട്ടാണ് ജനിക്കേണ്ടത്, സ്ത്രീകളായിട്ടാണ് ജനിക്കേണ്ടത്. അവർക്ക് ഉയരം കുറവായിരിക്കും, അത് മാത്രമല്ല ബ്രസ്റ്റൊക്കെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. ആൻഡ് അത് മാത്രമല്ല അവരുടെ ഓവറീസ് ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല. നമുക്കിപ്പോൾ ഓവറീസ് കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും ഓവറീസ് പ്രോപ്പർ ഡെവലപ്ഡ് ആയിരിക്കില്ല. ദാറ്റ്സ് വൈ ദേ ആർ സ്റ്റെറൈൽ ആക്ച്വലി. പിടികിട്ടിയോ? അപ്പം ഇതാണ് മേജർ ആയിട്ടുള്ള ഡിസീസസ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് ഡിസീസസ് ഉണ്ട്, ലൈക്ക് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം, അതുപോലെ ക്രിഡു ചാറ്റ് സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പറ്റാവ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇനിയും എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഇത്രേ വെച്ചിട്ടുള്ളൂ. ബാക്കി സിൻഡ്രോമുകളെല്ലാം അടുത്തൊരു വീഡിയോയിൽ പാർട്ട് 2 എന്നുള്ള രീതിയിൽ മിസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് പറഞ്ഞ പോലെ ഒത്തിരി ലെങ്ത് ആവുന്നത് കൊണ്ടിട്ടാണ് ഞാനത് ചെയ്യാതെ, അതിനുള്ള സമയവും എനിക്കുണ്ടായില്ല. ദാറ്റ്സ് വൈ ഇത്രയും മാത്രമേ മിസ് വെച്ചിട്ടുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ പാർട്ട് 2 എന്നുള്ള രീതിയിൽ ബാക്കി ജെനറ്റിക് ഡിസോർഡേഴ്സ് മിസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ഡിസോർഡേഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്ന ഡിസോർഡേഴ്സ് ഒന്ന് മിസ് പറയാം. ഹീമോഫീലിയ പഠിച്ചു, ദെൻ കളർ ബ്ലൈൻഡ്നെസ് പഠിച്ചു, സിക്കൽ സെൽ അനീമിയ പഠിച്ചു, ഫിനൽകിറ്റോണൂറിയ പഠിച്ചു, ദെൻ തലാസീമിയ പഠിച്ചു അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടർണർ, ക്ലൈൻഫെൽറ്റർ, ഡൗൺ സിൻഡ്രോം, അങ്ങനെ കുറച്ച് ഡിസീസസ്, നിയർലി ഒരു 10 ഡിസീസസിൻ്റെ അടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംറ്റംസും പഠിച്ചു, അതിൻ്റെ പിന്നിലുള്ള ജെനറ്റിക് ആയിട്ടുള്ള ആ ഒരു ഐഡിയ എന്താണ് എന്നുള്ളതും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. വീഡിയോ ഇത്രയും നേരം കണ്ടതിനും കേട്ടതിനും ഒക്കെ ഒരുപാട് നന്ദി. ആൻഡ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് മിസ് വരും കേട്ടോ. നാളെ എന്തായാലും മോസ്റ്റ്ലി വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഷോർട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിവേ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഷോർട്സ് എല്ലാവരും കാണുക, മറക്കരുത്. ഷോർട്സ് ആരും കാണുന്നില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാനലെടുത്ത് നോക്കിയിട്ട് ഷോർട്സ് ഒന്ന് കണ്ടു നോക്കുക. നമ്മളുടെ ആ പ്ലേ ലിസ്റ്റിൽ തന്നെ ഷോർട്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദാറ്റ് വിൽ ബി വെരി മച്ച് ഹെൽപ്ഫുൾ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് മോർ ഓവർ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ നമ്മളുടെ വീഡിയോസും ചാനലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടാൾക്കും അത് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ മിസ് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.